അപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് ചില സന്തോഷങ്ങളും ഉണ്ടാവും, ചില ദുഃഖങ്ങളും ഉണ്ടാവും. ഇന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ 2024 ജനപ്രിയ താരമായി പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ 2024 ഇന്നായിരുന്നു ഡോക്ടർ അത് മേടിച്ചത്. അതിൻ്റെ വീഡിയോകളൊക്കെ പലയിടത്തും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ തന്നെ ഇട്ടിരുന്നു എൻ്റെ വീഡിയോ ഡോക്ടർക്കാണ് ഇപ്രാവശ്യത്തെ പോപ്പുലർ ഫേസ് ഓഫ് ദി അവാർഡ് എന്ന്. ഇന്ന് അതിൻ്റെ ഫങ്ഷനായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ മിക്കവാറും എല്ലാ ചാനലുകളും അവിടെ പോയവരുടെ എല്ലാം ചാനലുകൾ വന്നിട്ടുണ്ട്. എന്താ പറയുന്നത്, നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഡോക്ടറെ ഇഷ്ടപ്പെടുന്നവർക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് എന്തോ ഇഷ്ടമാണ് അദ്ദേഹത്തെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ലാലേട്ടനെ പറ്റി അങ്ങനെ പറയാറുണ്ട്, എന്തോ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നത് പോലെ ചിലവരോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും. അത് തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോട് എനിക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ അവാർഡുകളും എനിക്ക് സന്തോഷം നൽകുന്നുണ്ട്. അതുപോലെ അതെല്ലാം ഞാൻ നോക്കി കാണുന്നുണ്ട്. എൻ്റെ ചാനൽ കാണുന്നവർക്ക് മനസ്സിലാവും, ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് അങ്ങനെ തുടങ്ങിയത്. ഒരു കാരണം തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണെന്ന് പറയേണ്ടി വരും. കാര്യം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു ആ സമയത്ത്. പിന്നെ നമുക്കൊരു ചാനൽ തുടങ്ങാം, നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാം. പിന്നെ അത് പലപ്പോഴായിട്ട് പല മേഖലയിലേക്ക് മാറി എന്നുള്ളത്. എന്നാലും ഇപ്പോഴും അദ്ദേഹത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ അവാർഡുകളും ഓരോ നേട്ടങ്ങളും നമുക്ക് സന്തോഷം നൽകുകയും ചെയ്യുന്നു. നമുക്ക് ആ അവാർഡ് ഫംഗ്ഷൻ്റെ കാര്യങ്ങളെന്ന് നമുക്കൊന്ന് കാണാം. നമ്മൾ പോകാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ ഇല്ല. പല ചാനലുകാരും വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പലരും ഇട്ടിട്ടുണ്ട്, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. മറ്റൊരു സെക്കൻഡ് തോട്ടിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയേറെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും ആദ്യത്തെ അവാർഡ് സ്വീകരിക്കാനായി ക്ഷണിക്കുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്രൗഡ് വന്നതും ഏറ്റവും കൂടുതൽ വൈബ്രന്റ് ആയ ഒരു മനുഷ്യനാണ് ഇവിടെ നിൽക്കുന്നത്. ഹൈലൈറ്റ് പറഞ്ഞത് മാത്രമല്ല, പക്ഷെ അധികം പറഞ്ഞത് റോബിൻ വന്നപ്പോഴാണ് കോഴിക്കോട് ജന സംസാരം. ഇപ്പോഴും ആ ഒരു വൈബ് കീപ് ചെയ്തുകൊണ്ട് പോകുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. Thank you, Robin, and thank you, sir. And moving on to the next award. I think category, the most influential RJ. The most influential RJ category എനിക്ക് അവാർഡ് വാങ്ങിക്കാതെ ഞാൻ ഈ ആളെ വേദിയിലേക്ക് ചൊല്ലുമ്പോൾ എനിക്ക് ഒരു തെറ്റ് ആഹ്ലാദത്തോടു കൂടി ഞാൻ ഈ ആളെ വേദിയിലേക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഈ അവാർഡ് മേടിച്ചുകൊണ്ട് ഈ ആള് നമ്മുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെയായിരുന്നു ഡോക്ടർ റോബിൻ അവാർഡ് കൊടുത്തത് അല്ലേ. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ബിഗ് ബോസ് താരം ഉണ്ടെങ്കിൽ ഇത്രമേൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത്രമേൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെ. ബിഗ് ബോസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓടിയെടുക്കുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. അവാർഡ് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ചെറിയൊരു പ്രസംഗമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. ഡോക്ടർ പറയുന്നത് എന്താണെന്ന് നമുക്കറിയാലോ. കേൾക്കണോ? നമുക്കത് കേൾക്കാം. ഇതേ കോപ്പിറൈറ്റിന്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നത്. നമ്മൾ വലിയ കഷ്ടപ്പെട്ടാണ് ഇവരൊക്കെ ഈ
വീഡിയോ എടുക്കാനൊക്കെ പോകുന്നത്. എല്ലാവരും നമസ്കാരം. കാലിക്കറ്റ് ഹാൻഡിൽ മോളില് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം 2022 വന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് ശേഷം ഇത്രയും ക്രൗഡിന് ഞാൻ ഫേസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയാ, എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണാറുണ്ട്. പിന്നെ പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് 2024 കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന് ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റി. സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഞാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതില് എല്ലാവരും ഭയങ്കര ടാലന്റഡ് ആണ്. എന്താ പറയാ, സത്യം പറയാം ബിഗ് ബോസിന് മുന്നേ തന്നെ അധികം ആൾക്കാർക്ക് അറിയത്തില്ല. ബിഗ് ബോസിന് ശേഷമാണ് പലർക്കും അറിയാത്തത്. നിങ്ങളുടെയൊക്കെ ഹാർഡ് വർക്കും നിങ്ങളുടെയൊക്കെ ഡെഡിക്കേഷനും കാരണം നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയതിൽ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സുകൾ ഇവിടെ വരെ മാറട്ടെ. ആൻഡ് കേരള ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് 2024 പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷപ്പെടുന്നു. ആൻഡ് ഒരു കാര്യം, എനിക്ക് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് ശേഷം എല്ലാ ഫെയിം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഫോൾട്ട് എന്റെ ഭാഗത്ത് നിന്ന് പറ്റിയിട്ടുണ്ട്. അതെല്ലാം ശരിയാക്കി ഒരു ബെറ്റർ പേഴ്സൺ, നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ബോബി സർ, ഇത്ര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആളിനെ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ശിവന് കഴിഞ്ഞ അവാർഡ് പറഞ്ഞതിനെ പറ്റി എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു ഡോക്ടർ റോബിൻ. ആൻഡ് അടുത്ത നാളിലേക്ക് പോകണം. ഞാൻ കൂടുതൽ ഔപചാരിക. അപ്പം ഇതായിരുന്നു അവിടെ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഡോക്ടർ മാളിപ്പോയ കാര്യം നമുക്ക് മറക്കാനേ പറ്റത്തില്ല. ഡോക്ടർ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒരു പ്രത്യേക എനർജി ആയിരുന്നു അല്ലേ, എന്താളായിരുന്നു അല്ലേ. അപ്പം അതിനുശേഷം കോഴിക്കോട് ആണെന്ന് തോന്നുന്നു, കോഴിക്കോട് എത്തിയത് ഇത് ആദ്യമായിട്ടാണോ? അല്ല, പിന്നെ എത്തിയിട്ടുണ്ടോ എന്തോ. അപ്പം ഡോക്ടർക്ക് അവാർഡ് കിട്ടി. എനിക്ക് നമ്മൾ നോക്കിയ സീസൺ 4 ഒരു മത്സര വിജയി പോലും അല്ലായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അവിടുത്തെ ഒരു മത്സരാർത്ഥിയായിരുന്നു. 70 ദിവസം കഴിഞ്ഞിട്ട് പുറത്തായ ഒരു മത്സരാർത്ഥിയാണ്. അപ്പം അന്ന് തൊട്ട് തുടങ്ങിയതാണ്. കൊല്ലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പോപ്പുലർ പ്രൈസ് ഓഫ് ദി ഇയർ അവാർഡ് എന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് തന്നെയാണ്. 2013-ലും 2023-ലെയും 2022-ലെയും എല്ലാം തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. പക്ഷേ സീസൺ 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, ഇനി 7 ആകാൻ പോകുന്നു. അപ്പോഴും ഇതിനൊരു യാതൊരു മാറ്റവും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് അർഹിക്കുന്ന അംഗീകാരം തന്നെയാണെന്ന് തോന്നുന്നു. കാരണം സീസൺ എത്ര മാറിയിട്ടും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് യാതൊരു മാറ്റമില്ല. ഇപ്പോഴും ആൾക്കാരേതെങ്കിലും കാണുന്ന കണ്ടന്റ് വേണമെങ്കിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെ ശരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം പലപ്പോഴും ഡോക്ടർ റോബിന്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഡോക്ടർ റോബിനെ ജെന്യുവിനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. അവരിപ്പോഴും ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടം എനിക്ക് തോന്നുന്നു കൂടെ കൊണ്ടുപോകാൻ തന്നെ പറ്റും എന്നത്. അത് ഈ എല്ലാവർക്കും കിട്ടുന്ന അപൂർവമായി കിട്ടുന്ന ഒരു സന്ദർഭമാണ്. കാരണം ഓരോരുത്തർക്കും ഒരു ഫേസ് കിട്ടുമ്പോഴത്തേന് ഇപ്പം സീസൺ 6 ആയാലും 5 ഒക്കെ ആണെങ്കിലും നമ്മൾ ആ ജേതാവിനെയോ അതിലെ മത്സര ആൾക്കാരെല്ലാം ഇഷ്ടപ്പെടും. പക്ഷെ അടുത്ത സീസൺ വരുമ്പോൾ അതങ്ങ് പോകും. പക്ഷെ ഇത് ഡോക്ടറുടെ സീസൺ എത്ര മാറിയിട്ടും ഡോക്ടറോടൊപ്പം ഉള്ള ആ സ്നേഹം ഇപ്പോഴും പലരും പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ ഏറ്റവും വിജയത്തിൻ്റെ ഒരു രഹസ്യം. ഇപ്പം നമുക്കായാലും ആ സ്നേഹം മാറിയിട്ടില്ല. അതാണ് ഒരു പ്രത്യേകത. എന്തോ ഒരു ആകർഷണത്വം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ട്. അദ്ദേഹത്തെ എതിർക്കുന്നവർ ഒത്തിരി പേരുണ്ടാകാം. പക്ഷെ എന്നാലും അവരോടും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു പ്രത്യേക ഒരു ആകർഷണത്വം അത് നമുക്ക് മോഹൻലാലിനോട് തോന്നാം, മമ്മൂട്ടിയോട് തോന്നാം. ഇപ്പം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോടും അങ്ങനെ ഒരു സ്നേഹം എല്ലാവർക്കും തോന്നുന്നുണ്ട്. അത് ചില ഒരു പ്രത്യേകതയാണ്. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷെ വേറെ ആർക്കും ഇല്ലെങ്കിലും എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. അത് മിക്കവാറും നിലനിൽക്കും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പൊ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഇതിന്റെ ഒത്തിരി വീഡിയോകൾ പല ചാനലിലും വന്നിട്ടുണ്ട് കേട്ടോ. ഡോക്ടർ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ,
കോപ്പിറൈറ്റിന്റെ ഒക്കെ ഒത്തിരി പ്രശ്നമുള്ളതുകൊണ്ട് നമ്മുടെ ചാനലിലൊക്കെ കോപ്പിറൈറ്റ് ഒക്കെ കിട്ടിയുണ്ട്. നമുക്ക് ഇതൊക്കെ എടുത്ത് ഇപ്പം എന്തോന്ന് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം ഫോണിനെ തന്നെ ആശ്രയിച്ചത്. ഇപ്പം ഇതിന് ഏതെങ്കിലുമൊക്കെ സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഗഹനമായി ഇതിനെപ്പറ്റി ആലോചിക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഡോക്ടർ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യട്ടല്ലേ. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും എത്താം. ഓക്കെ, ബൈ.